ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം, ദുബായ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിലൂടെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ട്രാവലിംഗ് വ്ലോഗ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബേസിക് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും കണലെടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കണലാണ് കേട്ടോ. അപ്പോൾ വിളക്കും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ ഓക്കെ. രാവിലത്തെ കുളിയും വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ നമുക്കൊന്ന് പുട്ടും പുഴുങ്ങിയ പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴം ഓൾറെഡി ഞാൻ പുഴുങ്ങിയ പഴം വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചിരട്ടപ്പുട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള കുക്കറിൽ വെള്ളം വെച്ചാണ്. പിന്നെ നമുക്കിന്ന് ലഞ്ചിന് ഞാൻ കാണിച്ചിട്ടുണ്ടാകുന്നു ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലേക്കുള്ള പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മൾ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ചിക്കനാണ് കേട്ടോ. നമ്മൾ ഇന്നലെ സഫാരി മോളിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അത് ഐസ് പോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇത് നമ്മളെ പുട്ടുപൊടിയാണേ. ബിരിയാണിക്കുള്ള അരി നമ്മളൊരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ട് നമ്മൾ നൂറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഇതേ പിള്ളേർ അവർക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതെ, അപ്പോൾ അവർക്ക് നേരം പോകണ്ടേ. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഹാള് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ നമുക്ക് നമ്മളെ കിച്ചണിലേക്ക് വിടാം കേട്ടോ. അപ്പോൾ അതേ പുട്ട് ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 പുട്ടായിരിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 4 ഉണ്ടാക്കുള്ളൂ കേട്ടോ. കാരണം വെച്ചെങ്കിൽ എടുത്ത് വെക്കേണ്ടത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ ചിക്കൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഐസ് പെട്ടെന്നൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പുട്ടും ചെറുപയർ കറി, നമ്മളെ പഴം പുഴുങ്ങിയത് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട്. ഞാൻ കാപ്പിയായിട്ട് കുടിക്കാം. അവർക്കൊക്കെ ചായയാണ്, ഞാൻ കാപ്പി കുടിക്കും. നല്ല അടിപൊളി പാലൊഴിച്ചൊരു കാപ്പി കുടിക്കും. അതിനുശേഷം തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനിട്ടു. ശേഷം നമ്മൾ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഓയിലിൽ കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മളെ സവോളയും പട്ട, ഏലക്ക, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുക. നമ്മൾ അരി ചേർക്കുക. അരി ഒന്ന് പൊട്ടണമെന്ന് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. എങ്കിലൊന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളകി കൊടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് അരിയുടെ ആവശ്യത്തിന് എത്രയാണോ വെള്ളം, ചില അരിക്ക് 1-ന് 1.5 ഗ്ലാസ് ആയിരിക്കും, ചിലത് 1-ന് 2 ഗ്ലാസ് ആയിരിക്കും കേട്ടോ. പാകത്തിന് വെള്ളം വയ്ക്കുക. ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഞാനും സാധാ മഞ്ഞൾപ്പൊടിയാണ് കളർ ചേർത്തിട്ടുള്ളൂ. ശേഷം നമ്മൾ ചിക്കൻ വറുത്തെടുക്കുക. വറുത്ത ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ആ സെയിം എണ്ണയിലാണ് നമ്മൾ സവോള വഴറ്റുന്നത്. അതുകൊണ്ടാണ് ആ കളർ കേട്ടോ. പിന്നെ കാഷ്യൂനട്ട്, മുന്തിരി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുക. ശേഷം നമ്മൾ ബിരിയാണി റെഡി ആയിരിക്കും കേട്ടോ. നമ്മൾ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ബിരിയാണിയുടെ. ഇതിന് മുന്നേ നമ്മൾ ചാനലിൽ ബിരിയാണി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ. അതിനുശേഷം സലാഡ് ഉണ്ടാക്കി. നമ്മൾ കുക്കുംബർ, ക്യാരറ്റ്, മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ല തൈരൊക്കെ ഇട്ട് നല്ല അടിപൊളി സലാഡ് ഉണ്ടാക്കി. ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അടിച്ചു വരല്, തുടക്കലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിനി നേരെ ലുലുവിൽ പോകാൻ കേട്ടോ. ലുലു പോയിട്ട് എനിക്കൊരു സിം കാർഡൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുലുവിൽ പോണത്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെയാണ് സമയം കേട്ടോ. അപ്പോൾ ലുലുവിൽ പോയിട്ട് നമുക്ക് സിം കാർഡും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ലുലുവിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നതൊക്കെ, അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ലുലുവിൽ പോയപ്പോൾ സിം കാർഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ജസ്റ്റ് ലുലുവൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ. അപ്പോൾ അതേ നമ്മൾ ലുലു കറങ്ങാൻ പോവുകയാണ്. അതിനുശേഷം വീട്ടിലെത്തി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയും നാട്ടിൽ നിന്ന് കൊടുന്ന മാങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ട് സലാഡൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. അതിനുശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതെവിടേക്കാണ് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇത് എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമ്മളിനി പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ പോകുന്നത് ജബലലി ടെമ്പിളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ടെമ്പിളും ഉണ്ട്, പിന്നെ ഒരു ഗുരുദ്വാരം ഉണ്ട് കേട്ടോ. ഇത് ഗുരുദ്വാറാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടെമ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയും ഫാമിലിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ അവർ നമ്മളോട് കയറിക്കോളാൻ പറഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറാം. ഇതാണ് കേട്ടോ അമ്പലം. ഒരുവിധം എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. നമ്മൾ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് അവിടുന്ന് പ്രസാദം കിട്ടും കേട്ടോ. ബൂന്തി മസാല ഇല്ലേ, അതാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ ടെമ്പിൾ കഴിഞ്ഞിറങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി. ഈ റെഡ് ചുരിദാർ ഇട്ടാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയും ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി ഞങ്ങൾ ഗുരുദ്വാറിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചീനെ വിളിച്ചപ്പോൾ ചേച്ചി ഫോട്ടോയ്ക്ക് വെച്ചിട്ട് ഓടി വന്നതാണ്. പക്ഷേ നമ്മൾ എടുക്കുന്നത് വീഡിയോ ആയിരുന്നു.
അപ്പോൾ ചേച്ചി ഫാമിലി ഇവിടെ സെറ്റിൽഡാണ്. അത് ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുദ്വാറിലൊക്കെ പോയി. ഗുരുദ്വാറിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചപ്പാത്തി, ചോറ്, കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റ് ഫുഡ് അതോടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഗുരുദ്വാറിലും ഉള്ളിൽ ക്യാമറ അലൗഡല്ല. അതിനുശേഷം തൊഴലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചിറങ്ങി കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം വീട്ടിലേക്കല്ല, നമ്മൾ ഇവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട്, ഇബൻ ബത്തുത്ത മോൾ പറഞ്ഞിട്ട്. മുന്നേക്ക് വന്ന സ്ഥലമാണ്. അപ്പം നമ്മളൊരു വീണ്ടും ഒരു മെമ്മറി പുതുക്കൽ എന്ന നിലയ്ക്ക് നമ്മൾ ജസ്റ്റ് അവിടെ കൂടി ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി. മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഈ ഇബൻ ബത്തുത്ത മോളിലേക്കൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്താന്ന് പറഞ്ഞപ്പോൾ നമ്മളിതേ ഒന്നും കൂടി ആ ഷോപ്പിംഗ് മോളിലേക്ക് വീണ്ടും ഒന്നും കൂടി വരാമെന്ന് വിചാരിച്ചു. ക്യാരിഫോറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ബത്തുത്ത മോളിൽ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചല്ല, അപ്പോൾ നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം. നമ്മളീ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.